AN ഗാർഡനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഒരു വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചത് എന്താണെന്നാ, മഴയൊക്കെ ആയ കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റണില്ല ചെടിക്ക്. അപ്പോൾ ഈ ബൊഗെയിൻവില്ലയുടെ കൊമ്പുകളെല്ലാം ഇങ്ങനെ വളർന്ന് അങ്ങ് പോവുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടിക്കൊടുത്ത് ആ കൊമ്പുകളൊക്കെ ഒന്ന് കുത്തണതും അതിൻ്റെയൊക്കെ ഒന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചാണ് ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായി കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാൻ ഇത്തിരി താത്തി വെച്ച് തന്നെ ഞങ്ങൾ വെട്ടി കൊടുക്കണേണേ. മഴയല്ലേ, പിടിച്ചോളും, അതിന്റെ ചനപ്പ് വന്നോളും. ഓക്കെ, don't you tell me what I supposed to do? You're better off without me. Don't you tell me what I supposed to do? When I'm walking on the streets half naked, it's part of me, it's part of me. When I'm അതിന്റെ നല്ല കൊമ്പുകളും ഒക്കെ ഒന്ന് കുത്തി കൊടുത്ത് അതൊക്കെ ഒന്ന് പിടിപ്പിക്കാന്ന് വിചാരിച്ച്. അപ്പൊ ഈ കൊമ്പുകളും ചെനപ്പ് പൊട്ടി അതും നല്ലതുപോലെ വലുതായി വരുമല്ലോ എന്ന് ഓർത്താണ്. മഴയല്ലേ, മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയാ. ഒന്നും ചെയ്യാൻ, പുറത്തോട്ട് ഇറങ്ങി ഒന്നും ചെയ്യാനൊരു നിവൃത്തിയുമില്ല. അപ്പൊ മഴക്കാലത്ത് തന്നെ ഇച്ചിരി നേരം ഒന്ന് മഴ മാറി നിൽക്കണ നേരമായോണ്ട് അതങ്ങ് ചെയ്തേക്കാന്ന് വരച്ചു. I'm supposed to do. Rainmaker, I know what I'm supposed to do. എനിക്കിനി അപ്പുറത്ത് മതിലിന്റെ മുകളിലായിട്ട് അപ്പുറത്ത് വശത്തോട്ട് പോകണം. ബാ, ഓക്കെ. Don't you tell me what I supposed to do? Better off without me. Don't you tell me what I supposed to do? When I'm walking on the streets half naked, it's part of me, it's part of me. When I'm making my brain makeup, it's part of me, it's part of me. When you're crushing on my dreams and you're making me so full, get out of my life. I know what I എൻ്റെ ഞാനൊരു കാര്യം പറഞ്ഞേക്കട്ടെ. ശംഖുപുഷ്പമാണത്. ശംഖുപുഷ്പം പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് നല്ലതാണ് നമ്മുടെ വീട്ടിലിരുന്നത് വെക്കണത്. അപ്പൊ അത് പൂവിന് പല ഗുണങ്ങളുള്ള ഒരു സാധനമാണ്. എന്താ, അപ്പൊ അത് ഞാൻ നട്ട് അതിന്റെ കുരുവൊക്കെ എടുത്തൊന്ന് പാകാന്ന് വിചാരിച്ചിട്ടുണ്ട്. കുരുവാണ് ഇതൊക്കെ, അതൊക്കെ എടുത്തൊന്ന് പാകാന്ന് വിചാരിച്ചിട്ടുണ്ട്. ഓക്കെ, supposed to do. Rainmaker, I know what I'm supposed to do. When you're crushing on my dreams, ഇത് മുറിച്ച സ്ഥലത്തൊക്കെ ഷാഫ് വെച്ച് കൊടുക്കണം. അപ്പൊ ഇതിപ്പോ ഒരുപാട് ഇങ്ങനെയുള്ള കാരണം ഞാൻ ഓരോന്നിലും ഇങ്ങനെ തേക്കാൻ പറ്റൂല. അപ്പൊ ഞാനത് കലക്കി, വെള്ളത്തിൽ കലക്കി എടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. സ്റ്റാഫ് ഫംഗിസൈഡാണത്. അതിനി മഴയൊക്കെ അല്ലേ, തേച്ച് വെച്ചാലും ചിലപ്പോൾ മഴ മുറിഞ്ഞു. ഓക്കെ, ആ മുറിഞ്ഞ സ്ഥലത്തൊക്കെ ഒന്ന് അതങ്ങോട്ട് ആയിക്കഴിയുമ്പോൾ അതിൻ്റെ ഭംഗിയൊരു ഈ പൊടിച്ച് പറഞ്ഞ പൊടിച്ച് supposed to do.
പൊടിച്ച് വന്നോളും. എന്നാലും ആ മുറിച്ച സ്ഥലത്തൊക്കെ ഇച്ചിരി അത് ചെന്നോട്ടെ എന്ന് ഓർത്താണ് ഞാനിപ്പോൾ ഇത് ചെയ്യണത്. അപ്പോൾ അപ്പുറത്ത് പോകാം. മഴ തുടങ്ങി, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോഴത്തേക്കും മഴ തുടങ്ങും. പിന്നെ ഞാൻ മഴ മാറി എന്ന് നേരത്തെ ചെയ്തതാ. ഞാൻ നേരത്തെ മുറിച്ച സ്ഥലത്തൊക്കെ തേച്ച് കൊടുത്തതാ. പക്ഷെ ഇപ്പൊ അത് ഒന്ന് തേച്ച് കൊടുത്താൽ ഇരിക്കില്ല. ഏതായാലും ഇതൊന്ന് അടിച്ചു കൊടുത്തേക്കാം. മഴ മുറുകിക്കൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ ആ വെട്ടിയിട്ട കൊമ്പുകളൊക്കെ ഇതേപോലെ വെട്ടി ചെറുതാക്കി ചെയ്യണേന്ന്. അപ്പൊ അത് വെട്ടണം എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം. ഇപ്പൊ ഇത്രയും വലിയ കൊമ്പുകളാണെങ്കിൽ ഞാനതൊന്ന് രണ്ടാക്കി വെട്ടിയിട്ട് അപ്പൊ കുറെ ഇലകളൊക്കെ കളയുക. നമ്മള് ഇലകളൊക്കെ കളഞ്ഞ് ഒന്നോ രണ്ടോ ഇല അങ്ങനെ ഇരുന്നിട്ട് ബാക്കി എല്ലാം കൂടി ഇങ്ങനെ വെട്ടി വെച്ചിട്ട് ഇതിപ്പോ എല്ലാം അങ്ങ് നടണേ. ഞാൻ ചെറുതും വലുതും എല്ലാം നടാന്ന് വിചാരിച്ച്. മൂത്തതും എളിയതും എല്ലാം കൂടി ഒന്നിച്ചൊരു ചട്ടിയിലോട്ട് കുത്തി കൊടുത്തിട്ട് വേര് പിടിക്കുമ്പോൾ നമുക്ക് നല്ല ചട്ടിയിലോട്ട് നടാം. ഈ ഇലകളെല്ലാം അങ്ങ് വെട്ടിക്കളയണം. ഇലകൾ ഒരുപാട് ആയിക്കഴിഞ്ഞാൽ അത് നമ്മൾ നടുമ്പോൾ അത് ചരിഞ്ഞും ഒക്കെ പോകും. ആ ഇലയുടെ കനം കൊണ്ടൊന്നും. അത് മഴയല്ലേ, മഴ വരുമ്പോൾ ഇലകളെല്ലാം അങ്ങ്. അപ്പം കൂമ്പുള്ളതാണെങ്കിൽ ആ കൂമ്പങ്ങ് നിർത്തി, രണ്ടു നിലയും നിർത്തി, കൂമ്പും നിർത്തി അതിന് സുഡോമോണക്സിൽ എന്തെങ്കിലും ഒന്ന് മുക്കി വെക്കാമെന്ന് വിചാരിക്കാനത് ഇങ്ങനെ. എന്നിട്ടത് ഒരു മണ്ണ് മാത്രം കൂട്ടി ഒരു ചട്ടിയിൽ അത് നടന്നത് കാണിച്ചു തരാൻ. ഓക്കെ, ആ കൂമ്പിലുള്ള ഒരു രണ്ടു മൂന്ന് ഇലകളങ്ങ് മാത്രം നിർത്തിയാൽ മതി. ബാക്കിയെല്ലാം അങ്ങ് വെട്ടിക്കളയാം. ഇതൊക്കെ ഒരു കൂമ്പാണ്. അത് കൂമ്പ് നമ്മൾ നട്ടു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കൂമ്പ് ചിലപ്പോൾ അതേ തുടർന്ന് നമ്മൾ കൂമ്പ് വരുമായിരിക്കും. രണ്ടു മൂന്നല്ല അങ്ങനെ നിർത്തിയിട്ട്. ഓക്കെ, ഞാനിപ്പോൾ വെറുതെ മണ്ണ് നിറച്ചിട്ട് ചട്ടിയിൽ വെറുതെ ഒന്ന് കുത്തി കൊടുക്കണേന്ന്. വേര് പിടിക്കണമെങ്കിൽ അത് നമുക്ക് പറിച്ച് വേറെ ചട്ടിയിൽ എന്താ നമുക്ക് കൊമ്പ് കളയണ്ടല്ലോ എന്ന് ഓർത്താണ് വേറൊന്നും നട്ടു കൊടുക്കണം. എല്ലാ കൊമ്പും ഞാനൊന്ന് കുത്തി കൊടുക്കണേന്ന്. ഇത് വേര് പിടിക്കുമെന്ന് നോക്കിയിട്ട് ഒരു പരീക്ഷണം നടത്തണേന്ന്. നടത്തി കഴിഞ്ഞിട്ട് ഇത് പിടിക്കണമെങ്കിൽ നമുക്ക് വേറൊരു ചട്ടിയിലോട്ടാ അത് ഓരോന്നൊക്കെ എടുത്ത് വേര് പിടിച്ച് കഴിഞ്ഞിട്ട് നടാന്ന് വിചാരിച്ച്. ഇതിപ്പോൾ പറിച്ച് വെച്ചിട്ട് 2-3 ദിവസമായി. മഴയൊക്കെ കാരണം എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റിയില്ല. അത് കാരണം ഒരു ഇച്ചിരി വാട്ടം സംഭവിച്ചിട്ടുണ്ട്. നോക്കാം. ഞാൻ ഈ മുല്ല പ്രാവശ്യം ഞാൻ കാണിച്ചായിരുന്നു. മുല്ല ഇതുപോലെ ബ്രൂണിങ് ചെയ്തിട്ട് ഇതുപോലെ കുത്തി വെച്ചത്. ആ മുല്ല ഇതുപോലെ വേര് പിടിച്ച് ചനപ്പൊക്കെ പൊട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഇതിനോടൊപ്പം ഒന്ന് കാണിച്ചു തരാം. Next day you hit me back like nothing happened at all. What about all the things you used to say to me?
This ain't the way it's supposed to be. And you know I wouldn't do that to you. You know I wouldn't treat you that way. No, I've been running, can't catch up. Oh love, what I won't do. Oh, you got me chasing waterfall. Oh, you got me chasing waterfall. ഓക്കെ, ഞാനിങ്ങനെ നട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അതിൻ്റെ കൂമ്പ് വരികയും വേര് വരികയും ചെയ്യണമെങ്കിൽ നമുക്ക് വേറെ നടാം, അല്ലെങ്കിൽ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കണേണ്. ഞാൻ ഇതുപോലെ ഒരു മുല്ല നട്ടത് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഞാനൊരു ചട്ടിയിൽ ഇങ്ങനെ എല്ലാ കൊമ്പുകളും ഇങ്ങനെ നട്ട് കുത്തി വെച്ചത് കാണിച്ചിട്ട് വേരൊക്കെ പിടിപ്പിക്കുമ്പോൾ വേറെ നല്ല. അപ്പോൾ അതേ ഇപ്പം അത് ചെനപ്പൊക്കെ പൊട്ടി വേര് പിടിക്കണ്ടെന്ന് നോക്കണം. ഒരു കുറച്ച് ദിവസം കൂടി അങ്ങനെ ഇരുന്നിട്ട് ചിലതിനൊക്കെ ചെനപ്പ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് സമാധാനത്തിലെടുത്ത് നോക്കണം. ഇന്ന് മഴയൊക്കെ ഒന്ന് മാറിയിട്ട് ചെയ്യാന്ന് പറഞ്ഞ് ഇത് ഇവിടെ കൂമ്പൊക്കെ വന്നിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുപോലെയാണ് ഞാനിപ്പോ ഇതൊക്കെ കൂമ്പ്, പുതിയ കൂമ്പുകളൊക്കെ വന്നതാണ് കണ്ടോ. അപ്പൊ അതുപോലെ ഞാനിപ്പോ പുകയൻമുല്ല നട്ടു നോക്കിയത് പരീക്ഷിച്ച് നോക്കണേണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് വേണ്ടി ഈ വീഡിയോ കാണുമെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക.